നമുക്ക് ഉറക്കം വരുന്നത് തലയിലോട്ടുള്ള രക്തോട്ടം കുറഞ്ഞിട്ടാണ്. അപ്പോൾ തലയിലോട്ടുള്ള രക്തോട്ടം നമ്മൾക്ക് എത്രത്തോളം കൂട്ടാൻ സാധിക്കുന്നു, വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രതിസന്ധി ഇല്ലാണ്ട് കൊണ്ടുപോകണം. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ജീവൻ നിലനിൽക്കുന്നത് നമ്മളില്ല, ജീവൻ നിലനിൽക്കുന്നത് പുറത്തല്ല. പുറത്ത് നമ്മൾ മറ്റുള്ളവരായിട്ടുള്ള ബന്ധം എന്തിനാണ്? നമ്മൾ എത്രത്തോളം നമ്മളെ അറിയാൻ സാധിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള ബന്ധമേ പുറത്തുള്ളൂ, അല്ലാത്തൊരു ബന്ധവും പുറത്തില്ല. അത് നമ്മളുടെ ശരീരത്തിൽ രക്തോട്ടം സജീവമാകുമ്പോൾ നമ്മുടെ ചിന്താശക്തി മെച്ചപ്പെടും, നമ്മുടെ ശ്രദ്ധ മെച്ചപ്പെടും, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിലും നമുക്ക് ഉത്സാഹം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉത്സാഹക്കുറവിൻ്റെ കാരണം എന്താണ്? തലയിലോട്ടുള്ള രക്തോട്ടമില്ല. കാരണം കുറേ നേരം ഒരു കാര്യം ശ്രദ്ധിച്ചു, അത് ചെയ്യാൻ വേണ്ടിയിട്ട് കിടന്ന് പാടുപെടുന്നു, ചെയ്തിട്ട് ശരിയാകുന്നില്ല. ഉദാഹരണത്തിന് ഒരു സൂചിയെടുത്ത് നൂല് കോർക്കാൻ നോക്കി കുറച്ച് നേരം ശ്രമിച്ചിട്ടും നടക്കുന്നില്ലെങ്കിൽ ഈ സൂചിയെ നൂല് കോർക്കാനുള്ള അവസരങ്ങൾ കുറഞ്ഞു പോകത്തേ ഉള്ളൂ. കുറച്ച് നേരം കഴിയുമ്പോൾ കൈ വിറക്കാൻ തുടങ്ങും. കാരണം കുറച്ചധികം സമയം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ടയേർഡാവും. സംഭവം നിസ്സാരമാണ്. ഒരു സൂചിയിൽ നൂല് കോർക്കാൻ ശ്രമിക്കുക, അത് കോർക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റ് ആവും. എന്താ ചെയ്യേണ്ടത്? ഒന്ന് നിർത്തി വെക്കുക, റിലാക്സ് ആകുക. റിലാക്സ് ആയിട്ട് രണ്ടാമത് ട്രൈ ചെയ്തേ, അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാത്തിനും അജിറ്റേറ്റഡ് ആവും. ഒരു കാര്യം സമ്പത്ത് വർദ്ധിക്കുന്നില്ല, ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള സമ്പാദ്യം കിട്ടുന്നില്ല, നമ്മൾ വീണ്ടും ഫ്രസ്ട്രേറ്റഡ് ആകും തോറും, അസ്വസ്ഥനാകും തോറും നമ്മളുടെ രക്തോട്ടം കുറയാൻ തുടങ്ങും. നേരെ മറിച്ച് ഇരിക്കട്ടെ, പൈസയില്ല, ആഹാരത്തിനുള്ള വകുപ്പില്ല, ഇരിക്കട്ടെ, ഒന്ന് സമാധാനത്തിലൊന്ന് ഇരിക്കുക, ഒന്ന് റെസ്റ്റ് എടുക്കുക. മനസ്സിലായി? ഒന്നും നശിക്കാൻ പോകുന്നില്ല. അല്പനേരം വിശ്രമിച്ച് ഒന്ന് ശാന്തമായിട്ടിരുന്ന് ശരീരത്തേക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉഷിരോടുകൂടി ചെയ്യും. മനസ്സിലായ? അലസതയോട് ഒരു കാര്യം ചെയ്യാൻ പോകരുത് ഒരിക്കലും. അലസതയില്ലാതെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചാൽ നമ്മൾക്ക് അവിടെ അത്രയും സംതൃപ്തി ഉണ്ടാവും. ആർക്കാനും വേണ്ടിയിട്ട് ഓക്കാനിക്കുന്നത് പോലെ ഒരു കാര്യം ചെയ്യാൻ പോകരുത്. നമ്മളെപ്പോഴും സംതൃപ്തിയോട് കാര്യം ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ സംതൃപ്തി എന്ന് പറയുന്ന അനുഭവം നമ്മളിൽ രക്തോട്ടം വളരെ മനോഹരമായിട്ട് സംഭവിക്കുമ്പോൾ മാത്രമുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ട് നുണ പറയുന്നു? ഒരു വ്യക്തി നുണ പറയുന്നത് ആ വ്യക്തിയുമായിട്ട് നല്ല അടുപ്പമില്ലാത്തതുകൊണ്ടാണ്. നല്ല ബന്ധമുള്ളവർ കള്ളത്തരം, നുണ, വഞ്ചന, ചതി ഇമാതിരിയുള്ള പാഴ്വസ്തുക്കളൊന്നും ഉപയോഗിക്കത്തില്ല. നമ്മളെ ജീവിതം പാകപ്പെടുത്തി കൊണ്ടുപോകുവാൻ ഒരിക്കലും ദേഷ്യം, നുണ, കള്ളത്തരം, വഞ്ചന, ചതി ഇതൊന്നും ജീവിതത്തിൽ ആവശ്യമില്ല. ശത്രുവിന് ആവശ്യമില്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല. സ്വസ്ഥമായിട്ട് ജീവിക്കാൻ തട്ടിപ്പറിക്കേണ്ട കാര്യമില്ല. ആരെയും തോൽപ്പിക്കേണ്ട കാര്യമില്ല. ആരുടെയും മുമ്പിൽ കേമനാണെന്ന് കാണിക്കേണ്ട കാര്യമില്ല. നീ പൊട്ടനാണെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം പൊട്ടനെ സംബന്ധിച്ചിടത്തോളം പൊട്ടത്തരം ചെയ്യുമ്പോൾ തൊട്ട് പൊട്ടത്തരത്തിൻ്റെ അനുഭവങ്ങൾ എന്തായിരിക്കും? അവൻ്റെ ജീവിതത്തിൽ വ്യക്തതയില്ല. ദുഃഖം, ദുരന്തം, ദാരിദ്ര്യം ഇതെല്ലാം പൊട്ടത്തരം കൊണ്ടാണ്. എന്താണ്? അവനവനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവനെ ശ്രദ്ധിക്കാൻ പറ്റാത്തതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ. അവനെ ശ്രദ്ധിക്കുന്നതിന് നമ്മുടെ സർക്കാർ വല്ലതും ചെയ്തു തരണം, എൻ്റെ ഭാര്യ വല്ലതും ചെയ്തു തരണം, എൻ്റെ ഭർത്താവ് വല്ലതും ചെയ്തു തരണം, എൻ്റെ സഹോദരൻ വല്ലതും ചെയ്തു തരണം. പക്ഷെ സഹോദരനായിട്ടുള്ള വഴക്കിൻ്റെ കാരണം എന്താണ്? എന്നെ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ സഹോദരനുമായിട്ട് എനിക്ക് വഴക്കുള്ളത്. എൻ്റെ അയൽവാസിയായിട്ടുള്ള പ്രശ്നം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തതാണ്. എവിടെ പ്രശ്നമുണ്ടോ അവനെ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഞാൻ എന്ത് ചെയ്യണം, എന്തിനു ചെയ്യണം കൃത്യമായിരിക്കും. അത് പ്രാപ്തിയോട് ചെയ്യും. അത് യാതൊരു കഷ്ടപ്പാടില്ല, കഷ്ടപ്പാട് ഉണ്ടാകത്തില്ല. അങ്ങനെയല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ? ക്ഷീണം ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ?
ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? ഉറങ്ങാൻ തോന്നൂല്ലേ? അപ്പൊ പോയി കിടന്ന് ഉറങ്ങിയാൽ എന്ത് സംഭവിക്കും? അതുപോലെ റിപ്പീറ്റ് ചെയ്യും അല്ലേ? അങ്ങനെ ഉറക്കം കൂടി കൊണ്ടുവരുന്നാൽ നമുക്ക് ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകത്തില്ല. ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകത്തില്ല. അതാണ് നമ്മുടെ പ്രശ്നം. മനസ്സിലായത്? നമ്മൾ ക്ഷീണം വരുമ്പോഴത്തേക്ക് നമ്മൾ വിശ്രമിക്കാൻ നോക്കും. ഈ വിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഒരു വല്ലാത്തൊരു വിശ്രമമായി പോകും. പിന്നെ എഴുന്നേക്കാൻ പറ്റാണ്ടാവും. ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് വിശ്രമത്തിന് പകരം നമ്മൾ ഉത്സാഹത്തിലോട്ട് പോവുക. ഉത്സാഹത്തിലോട്ട് പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത്. ഓക്കെ, ബൈ ബൈ.